ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും സ്വാമി തൃപാദങ്ങൾ ഇത് പറയുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും വിവാഹം കഴിക്കുവാൻ ഒരു കുട്ടിയെ നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം, സ്ത്രീയും പുരുഷനും തമ്മിൽ കാണുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? അവരുടെ നക്ഷത്ര പൊരുത്തം നോക്കും, അല്ലേ? അപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു സംശയമുണ്ട്, ഈ നക്ഷത്ര പൊരുത്തത്തിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ, അത് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ ശ്രീനാരായണ ഗുരുവിന് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം ഇഷ്ടപ്പെട്ട് മനസ്സാൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ നക്ഷത്ര പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല, അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എന്നാണ് ഗുരു പറയുന്നത്. എന്നാൽ ഇത് നോക്കുന്നത് തെറ്റാണെന്നും ഗുരു പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ 10ൽ 10 പൊരുത്തം, അല്ലേ, അതാണല്ലോ വിവാഹത്തിനുള്ള ഒരു യോഗ്യതയായിട്ട് നമ്മൾ ആദ്യം കൽപ്പിക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഈ 10ൽ 10 പൊരുത്തവും നോക്കി വിവാഹം കഴിച്ചിട്ടും വിവാഹമോചനം നേടുന്ന ആളുകളുടെ എണ്ണം ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ പോകേണ്ട ഒരാവശ്യം വന്നു. എൻ്റെ ആവശ്യത്തിനല്ല, എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടതായിട്ടാണ് വന്നത്. അപ്പോൾ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഓരോ ദിവസവും അവിടെ നിൽക്കുന്ന കേസുകൾ പ്രത്യേകം എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന ദിവസം ഏറ്റുമാനൂർ കോടതിയിൽ മാത്രം നടക്കുന്നത് 72 കേസുകളാണ്. ചുറ്റും നിൽക്കുന്ന ആളുകളെ നോക്കിയപ്പോൾ അതിൽ കൂടുതൽ ആളുകളും, അതായത് ഭൂരിപക്ഷം ആളുകളും ഒരു 30 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്. സ്ത്രീയും പുരുഷനും അത്രയും പ്രായമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം ഇന്നത്തെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ദിവസം വിവാഹം നടക്കുന്നതിനേക്കാൾ കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് ഈ ശ്രീനാരായണ ദർശനത്തിൻ്റെയൊക്കെ പ്രാധാന്യം ഒരുപാടാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നക്ഷത്ര പൊരുത്തമൊക്കെ നോക്കുന്നവർ നോക്കിക്കൊള്ളൂ. ഇത് കൂടാതെ മറ്റ് ചില പൊരുത്തങ്ങളെക്കുറിച്ച് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മം എന്നുള്ള ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആ 10 പൊരുത്തം നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഗുരു പറഞ്ഞ് ഈ 5 പൊരുത്തം ഒന്ന് പ്രത്യേകം നോക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും തോന്നാം. അതിൽ ഗുരു ഒന്നാമത് പറയുന്നത് വിദ്യ, വിത്തം, ശീലം, രൂപം, വിദ്യാഭ്യാസം, ഇതേക്കുറിച്ചിട്ടാണ് ഗുരു പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് വധുവിൻ്റെയും വരൻ്റെയും വിദ്യാഭ്യാസ യോഗ്യതകൾ തമ്മിലൊരു പൊരുത്തം ഉണ്ടായിരിക്കണം. PhD എടുത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരിക്കലും 10ാം ക്ലാസ്സുകാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പാടുള്ളതല്ല. അവർ തമ്മിൽ തീർച്ചയായും യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടാവും. പിന്നെ രണ്ടാമത് പറയുന്നത് ധനസ്ഥിതി. 2 കുടുംബാംഗങ്ങളുടെയും ധനസ്ഥിതികൾ തമ്മിൽ സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് സൗന്ദര്യം. സ്ത്രീയും പുരുഷനും പരസ്പരം കണ്ട് അവർക്ക് 2 പേർക്കും ഈ സ്ത്രീയുടെ സൗന്ദര്യത്തെ എനിക്ക് ബോധിച്ചു, അല്ലെങ്കിൽ ഈ പുരുഷൻ്റെ സൗന്ദര്യത്തെ എനിക്ക് ബോധിച്ചു എന്ന ഒരു ബോധം അവർക്കുണ്ടായി, അവർക്ക് ശരി എന്ന് തോന്നുന്നു എങ്കിൽ മാത്രം അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ശീലം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വരൻ്റെയും വധുവിൻ്റെയും വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളുടെ ശീലമൊക്കെ ഒരുപോലെയാണ് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമാണെന്ന് ഓർക്കണം. അപ്പോൾ അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം ഒന്ന് നോക്കുന്നത് പോലും എന്തോ വലിയ തെറ്റാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഋഷി പറയുകയാണ്, വിവാഹം കഴിക്കുവാൻ പോകുന്ന സ്ത്രീയെയും പുരുഷനെയും ആദ്യം പറയുന്നു ഗുരുകുലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അപ്പോൾ ആ സ്ത്രീക്ക് വേണ്ട യോഗ്യതയെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഉത്തമ കുലത്തിൽ ജനിച്ചവളും കുലീനയും മാതാപിതാക്കന്മാരാലും ഗുരുക്കന്മാരാലും പ്രിയപ്പെട്ടവളുമായ ഒരു സ്ത്രീയെ മാതാപിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും സമ്മതത്തോടു കൂടി മാത്രം വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. യാതൊരുവനാണോ മാതാപിതാക്കന്മാരുടെ സമ്മതം കൂടാതെ വിവാഹം കഴിക്കുന്നത് അവൻ നരകം അനുഭവിക്കും, അല്ലെങ്കിൽ അവൻ്റെ ഭാവി ജീവിതം ഒരിക്കലും ശോഭനമായിരിക്കുകയില്ല എന്ന് ഗുരു പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഈ വിവാഹം കഴിക്കാൻ പോകുന്നതിന് 15 ദിവസം മുൻപെങ്കിലും വധുവും വരനും തമ്മിൽ കണ്ട് അവർക്ക് പരസ്പരം സംസാരിക്കാൻ അവസരം കൊടുക്കണം. പരസ്പരം മനസ്സിലാക്കാൻ
15 ദിവസത്തെ ഇടവേളയെങ്കിലും വധുവിനും വരനും നൽകണം. പരസ്പരം 15 ദിവസമെങ്കിലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരുടെ ശീലങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചോദിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഒരു സമയം വധുവിനും വരനും കൊടുക്കണം എന്ന് ഗുരു 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണെന്ന് ഓർക്കണം. ഇനി വിവാഹത്തിൽ ആരൊക്കെ പങ്കെടുക്കണം ഇന്ന് ഗുരു പ്രത്യേകം പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവർ വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കന്മാർ നിശ്ചയമായും ആ വിവാഹത്തിൽ പങ്കെടുത്തിരിക്കണം. പിന്നെ അവരുടെ ഗുരുക്കന്മാർ, അവരെ പഠിപ്പിച്ച അവരുടെ ഗുരുക്കന്മാരുണ്ടായിരിക്കണം. കുറഞ്ഞത് 2 ബന്ധുക്കളെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു പുരോഹിതനുണ്ടായിരിക്കണം. തുടങ്ങി 15 പേരെങ്കിലും വിവാഹത്തിൽ പങ്കെടുത്തിരിക്കണം. ഇതിൽ കൂടാൻ പാടില്ല എന്നല്ല, കുറവ് വരുന്നത് ശരിയല്ല എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് 15 പേരിൽ കൂടുതൽ ആളുകളെ വിവാഹത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല, അതിൽ കുറവ് വരുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവാഹം ആർഭാടരഹിതമായിരിക്കണം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ആ ആർഭാടത്തിന് വേണ്ടിയിട്ട് മാറ്റി വച്ചിരിക്കുന്ന പണം വരൻ്റെയും വധുവിൻ്റെയും പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും സ്വാമി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിയേണ്ടത് എന്തിനു വേണ്ടി വിവാഹം കഴിക്കുന്നു അല്ലേ? വിവാഹം കഴിച്ച സമയത്ത് നമ്മുടെ ആചാരപ്രകാരം തീർച്ചയായും ആ വിവാഹത്തിൽ ഒരു പുരോഹിതൻ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ പുരോഹിതൻ ചില മന്ത്രങ്ങളൊക്കെ ജപിച്ച് ചില ചടങ്ങുകളൊക്കെ നടത്തിയാണ് ഈ വിവാഹം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് നടത്തുന്നത് അല്ലേ? അപ്പോൾ ആ വിവാഹത്തിലെ ഏറ്റവും ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് എന്താണ്? വരനെയും വധുവിനെയും വിവാഹ മണ്ഡപത്തിലേക്ക് കയറ്റി നിർത്തിയാൽ വധുവിൻ്റെ അച്ഛനെ ആ വേദിയിലേക്ക് ക്ഷണിക്കും. എന്നിട്ട് 2 പേരുടെയും കൂടെ നടുവിൽ നിർത്തിയിട്ട് 2 പേരുടെയും കൂടി കരങ്ങൾ പിടിച്ചിട്ട് വധുവിൻ്റെ അച്ഛനോട് ഒരു മന്ത്രം ചൊല്ലാൻ പറയും അല്ലേ? അപ്പം അതിൽ ചില വാക്കുകളൊക്കെ എങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കാം വിവാഹത്തിനെ കുറിച്ചൊക്കെ, എങ്കിൽ പോലും ചില വാക്കുകളെങ്കിലും മറ്റുള്ളവരുടെയെങ്കിലും വിവാഹം നടക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ? ശുഭേ തിഥൗ ധർമ്മപ്രജാസമ്പത്തയെ ഏകവിംശതി കുലോധാരണായ വരസ്യ പിതൃ ഋണമോചനായ ച കന്യകാദാനം അഹം കരിഷ്യേ. കന്യാം കനകസമ്പന്നാം സർവാഭരണ വിഭൂഷിതാം പ്രദാസ്യാമി വിഷ്ണവേ തുഭ്യം ബ്രഹ്മലോക ചികീർഷയ. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്? അപ്പം ഇതിലെ ചില വാക്കുകൾ നമുക്കറിയാം അല്ലേ? ഏതൊക്കെയാണ്? കന്യാം കനകസമ്പന്നം. ഇത് കേട്ടിട്ടില്ലേ? എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള വാക്കാ. എന്താ പറയുന്നത്? തൻ്റെ മോളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? കന്യകയും കനകസമ്പന്നയും ആയ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇത്രയും കാലവും ഞാൻ സമ്പാദിച്ചതൊക്കെയും എടുത്ത് നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ കൂടി എടുത്ത് സർവാഭരണ വിഭൂഷിതയാക്കി നിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ശുഭേ തിഥൗ, ഈ ശുഭമുഹൂർത്തത്തിൽ ഈ ശുഭതിഥിയിൽ എന്ത് ചെയ്യുന്നു? കന്യകാദാനം അഹം കരിഷ്യേ. ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ കന്യകയായ മകളെ, അല്ലയോ മകനെ, നിനക്ക് ദാനം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന, നമ്മുടെ പുരുഷന്മാരുടെ എണ്ണം കുറവാണ് എങ്കിൽ പോലും നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ ഭാര്യമാർ ഒക്കെ ആരാണ്? നമുക്ക് ദാനം കിട്ടിയവരാണ് അല്ലേ? പൈസ കൊടുത്ത് വാങ്ങിച്ച ആരെങ്കിലും ഉണ്ടോ? അങ്ങോട്ട് പൈസ കൊടുത്ത് ഭാര്യമാരെ വാങ്ങിച്ച പുരുഷന്മാരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ? ഇല്ല. പക്ഷേ ഇവർ നമ്മളോട് സംസാരിക്കുന്ന കേട്ടാൽ നമുക്ക് അങ്ങനെ തോന്നില്ല. എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോണം, അങ്ങനെയല്ലേ പറയാറുള്ളത് അല്ലേ? അപ്പോൾ പറയണം ദാനം കിട്ടിയതാണ്. കന്യകാദാനം അഹം കരിഷ്യേ. ഇനി അത് എന്തിനു വേണ്ടിയാണെന്നാണ് പറയുന്നത്. എന്തിനാണ്? ഏകവിംശതി കുലോദ്ധാരണായ, നിന്റെ 21 തലമുറയുടെ ഉദ്ധാരണത്തിന് വേണ്ടി. അതായത് നിന്റെ കുലം എന്നും പവിത്രമായി നിലനിൽക്കാൻ വേണ്ടി ധർമ്മപ്രജാ സമ്പത്തയെ, നിനക്ക് ധർമ്മപ്രജകൾ ഉണ്ടാകുവാൻ, നിന്റെ കുലത്തിന് ധർമ്മപ്രജ എന്ന അനുഗ്രഹം ലഭിച്ച് അല്ലെങ്കിൽ വരദാനം ലഭിച്ച് നിന്റെ കുലം
തലമുറകളോളം നിലനിൽക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിനെ നിനക്ക് ദാനമായിട്ട് നൽകുകയാണ്. വരൻ വധുവിനെ സ്വീകരിക്കുന്നു അടുത്തതായിട്ട്, അല്ലേ? അതെന്താണ്? ധർമ്മപ്രജാ സമ്പത്യർത്ഥം സ്ത്രീയം ഉദ്വഹേ. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ സ്ത്രീയെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? ധർമ്മപ്രജ എന്ന സമ്പത്തിനെ ലഭിക്കുവാൻ വേണ്ടി ഞാൻ ഈ സ്ത്രീയെ എൻ്റെ ജീവിതത്തിലേക്ക് ജീവിത സഖിയാക്കി കൂട്ടിക്കൊണ്ടുവരുന്നു എന്നാണ് വരൻ ജപിക്കുന്ന മന്ത്രം. അതിനുശേഷമാണ് താലികെട്ട്, അല്ലെ? വിവാഹത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ സമയത്തും വരനോടൊരു മന്ത്രം ജപിക്കാൻ പറയുന്നുണ്ട്, അല്ലേ? ഒരു കുരുക്കിട്ട് മുറുക്കുകയാണ്, അല്ലേ? അതൊരു കുരുക്ക് തന്നെയാണ്, അല്ലേ? അപ്പം ആ കുരുക്കിട്ട് മുറുക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ഈ മന്ത്രത്തിനുള്ളിൽ പറയുന്നത്. മാംഗല്യം തന്തുനാനേന, ഈ മാംഗല്യ തന്തു കൊണ്ട് ഞാൻ നിൻ്റെ കഴുത്തിൽ ബന്ധിക്കുകയാണ്. അപ്പോൾ ബന്ധിച്ചിട്ട് എന്താണ്? അത് അഴിക്കാൻ പാടില്ലാത്തൊരു കെട്ടാക്കിയാണ് അത് മുറുക്കുന്നത്, അല്ലേ? അപ്പം മുറുക്കി ഒരു ഉറപ്പ്, ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് ഒരു ഉറപ്പ് നൽകുകയാണ്. എന്താ? മമ ജീവന ഹേതുന, നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്. എങ്ങനെ? എൻ്റെ ജീവൻ്റെ ഹേതുവായിട്ട്, എൻ്റെ ജീവൻ്റെ കാരണമായിട്ട് ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഉറപ്പ് എന്താണ്? ഞാൻ എപ്രകാരമാണോ എൻ്റെ ജീവനെ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ നിന്നെയും സംരക്ഷിച്ചു കൊള്ളാം എന്ന ഉറപ്പാണ് ആ മാംഗല്യ തന്തു ബന്ധിച്ച് നൽകുന്നത്. അല്ലയോ സുഭഗയായിട്ടുള്ളവളെ, നീ എൻ്റെ കൂട്ടത്തിൽ ദീർഘകാലം ദീർഘസുമംഗലിയായി എന്നോടൊപ്പം വസിക്കട്ടെ എന്ന ആശിസോടു കൂടി. അപ്പം ഈ വിവാഹം എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മുന്നോട്ടുള്ള തലമുറയ്ക്ക് സത്സന്താനങ്ങളെ പ്രദാനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വിവാഹം എന്ന ആ ഒരു കർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്.